ഇന്ന് ചിങ്ങ ഒന്നായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി. അമ്മയെ കൂടി അമ്പലത്തിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആയതുകൊണ്ട് അത് കഴിയില്ല. ദൈവത്തിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അമ്മയ്ക്ക് കുറിയും തൊട്ടിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. 1-ാം തീയതി ആയതുകൊണ്ട് ഇന്ന് ദോശയാക്കാമെന്ന് കരുതി. ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് വ്യായാമം ചെയ്യാൻ മടിയായ അമ്മയെ കൊണ്ട് ഞാൻ തല മസാജ് ചെയ്യിപ്പിച്ചു. ഇനി അങ്ങോട്ട് മധുരങ്ങളുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പായസം ഉണ്ടാക്കാന്ന് കരുതി. എന്ത് പായസം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സേവനഭാരത്തിന് കുടിക്കുന്ന ഒരു പായസമുണ്ട്, പയറ് പായസം. അത് തന്നെ ഉണ്ടാക്കാന്ന് കരുതി. അങ്ങനെ ഞാൻ വീട്ടിലുള്ള കുറച്ച് പയറെടുത്ത് ചിലവ് കുറഞ്ഞ രീതിയിൽ പായസം ഉണ്ടാക്കാൻ തുടങ്ങി. പണ്ട് സ്കൂളിൽ നിന്ന് കുടിക്കുന്ന ആ പായസത്തിന്റെ ടേസ്റ്റ് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. എന്തായാലും എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്. അവസാനം എന്താകുമോ എന്ന് കണ്ടു തന്നെ നോക്കാം. ഞാനിങ്ങനെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ വന്ന് ചോദിച്ചു എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ പാവയ്ക്ക കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ പിന്നെ എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞ കാരണം മധുരം കഴിച്ചുകൂടാത്ത അമ്മയ്ക്ക് ഈ പായസമൊക്കെയാണ് ഏറ്റവും വലിയ ഇഷ്ടം. അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഏകദേശം നമ്മുടെ കടല പായസത്തിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്. സാധനം എന്തായാലും കൊള്ളാം. കൊതി കൊണ്ട് നിൽക്കുന്ന അമ്മയെ കണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാതെ പാവമില്ലേന്ന് കരുതിയിട്ട് ഒരു സ്പൂൺ അമ്മയ്ക്കും കൊടുത്തു. ശകലം തരുവോളെ. കയ്പില്ലേ? പിന്നെ ഇതെന്തൊരു പായസമാണ്? ഇതെന്തൊരു പായസമാണ്? എന്തരാണ് പായസം? കണ്ട് ഇല്ല കണ്ട് മതി, കുടിച്ചാ മതി. അങ്ങനെ ഞങ്ങളുടെ ചിങ്ങം ഒന്ന് ഇങ്ങനെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.